നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകത്തിനു മുന്നിൽ അത്ഭുതമാകാൻ ഒരിക്കൽ കൂടി ഒരുങ്ങുകയാണ് സൗദി അറേബ്യ. ലോകത്തിലെ ആദ്യത്തെ പറക്കം മ്യൂസിയം സൗദി അറേബ്യയിൽ നാളെ തുടങ്ങുകയാണ്. റിയാദിനും പുരാതന നഗരമായ അൽ ഉലയ്ക്കും ഇടയിലുള്ള പൈതൃക കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തിയാണ് ഫ്ലൈയിംഗ് മ്യൂസിയം ഒരുക്കിയത്. വൈകാതെ സൗദിയിലെ 10,000 സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളെയും പറക്കം മ്യൂസിയത്തിൽ ഉൾപ്പെടുത്താനും പദ്ധതിയുണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ള 6 കേന്ദ്രങ്ങളും ഇതിൽ ഉൾപ്പെടും. റോയൽ കമ്മീഷൻ ഫോർ അൽ ഉലയുടെയും സൗദി അറേബ്യൻ എയർലൈൻസിന്റെയും സഹകരണത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയിൽ ചെറുവിമാനങ്ങളിൽ യാത്രക്കാരെ കൊണ്ടുപോയി പുരാവസ്തു ഗവേഷണ കണ്ടെത്തലുകൾ കാണിക്കും. കാലഭേദമന്യേ വർഷം മുഴുവനും പ്രാദേശിക, രാജ്യാന്തര സന്ദർശകരെ ആകർഷിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലെ മറഞ്ഞിരിക്കുന്ന രത്നമായ അൽ ഉലയുടെയും ഇതര പൈതൃക കേന്ദ്രങ്ങളുടെയും സമ്പന്നമായ പൈതൃകം അടുത്തറിയാനുള്ള അവസരമാണിതെന്ന് സൗദിയ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ് വൈസ് പ്രസിഡന്റ് ഖാലിദ് താഷ് പറഞ്ഞു. വിനോദസഞ്ചാരികൾക്കായി എന്നും അത്ഭുതങ്ങൾ സമ്മാനിക്കുന്ന നാടാണ് സൗദി അറേബ്യ. നിരവധി ചരിത്രപ്രധാന സ്ഥലങ്ങളും ആധുനിക ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഇവിടെ സന്ദർശകരെ കാത്തിരിക്കുന്നുണ്ട്. റിയാദ് ദേശീയ മ്യൂസിയം, ഖസർ മസക്, സൂഖ്ദിൽ, ദിരിയ, വാദി ഖനീഫ എന്നിങ്ങനെ നിരവധി സന്ദർശക കേന്ദ്രങ്ങൾ തലസ്ഥാനമായ റിയാദിൽ തന്നെയുണ്ട്. കിങ് അബ്ദുൽ അസീസ് ഹിസ്റ്റോറിക്കൽ സെന്ററിന്റെ ഭാഗമായ മസ്മ കോട്ട, സൗദി അറേബ്യയുടെ തനത് വാസ്തുശില്പ ചാതുരിയുടെ പ്രൗഢിയിൽ നിൽക്കുന്ന റിയാദ് ഷഖ്റയിലെ അൽ സുബയി ഭവനം തുടങ്ങിയവ റിയാദിലെ ചരിത്രപ്രധാനമുള്ള കോട്ടകളാണ്. സൗദി അറേബ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു അത്ഭുതമാണ് കിങ് ഫഹദ് ജലധാര. ചെങ്കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള കൃത്രിമ ജലധാരയായ കിങ് ഫഹദ് ജിദ്ദയിലെ ഒരു പ്രധാന ആകർഷണം തന്നെയാണ്. അറബ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ന് സൗദി അറേബ്യ. വിനോദസഞ്ചാര വികസനം ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നായാണ് സൗദി അറേബ്യ കാണുന്നത്. ബൃഹത്തായ നിരവധി വിനോദസഞ്ചാര വികസന പദ്ധതികൾ നിർവ്വഹണഘട്ടത്തിലാണ്. നിലവിൽ ടൂറിസം രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ തൊഴിൽജന്യ മേഖലയായാണ് സൗദിയെ കണക്കാക്കുന്നത്. സൗദി അറേബ്യയുടെ ആഭ്യന്തര തൊഴിൽ വിപണിയിൽ 26% നിലവിൽ വിനോദസഞ്ചാര മേഖലയുടെ പങ്കാളിത്തം. സൗദി വിനോദസഞ്ചാരികൾ കൂടുതലായും വിദേശ രാജ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. എങ്കിലും വേനൽക്കാലത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ടൂറിസം ഫെസ്റ്റിവലുകളിൽ ദശലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കാറുള്ളത്. സൗദിയുടെ വിനോദസഞ്ചാര മേഖലയിൽ പുതിയൊരു നേട്ടം തന്നെയായിരിക്കും പറക്കം മ്യൂസിയം എന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.